അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ 9ാമത്തെ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. ആദ്യം നമുക്ക് ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അജിബ്, ഉത്തരം എഴുതുക. 1. അൽ അവലു മാ ഹിയ സിഫാത്തുൽ വാജിബത്തു ഫി ഹഖ്ഖിൽ അംബിയാഇ അലൈഹിമുസ്സലാം. അംബിയ മുർസലുകളുടെ ഹഖിൽ വാജിബായ സിഫത്തുകൾ ഏതെല്ലാം? അടുത്തത് മാ മഅന അൽ അമാനത്ത് ഫി ഹഖ്ഖിഹിം. അൽ അമാനത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? അടുത്തത് മാദാ യജൂസു ഫി ഹഖ്ഖിൽ അംബിയാഇ അലൈഹിമുസ്സലാം. നബിമാരുടെ ഹഖിൽ ജായിസായത് ഏതാണ്? അടുത്തത് ബിമംതാസ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സാഇരിൽ അംബിയാഇ. മറ്റു നബിമാരെ തൊട്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യത്യാസമെന്ത്? അടുത്തത് ബയ്യൻ ഖുലാസത്ത മാ നഅ്തഖിദു ഫി ഹഖ്ഖിൽ അംബിയാഇ അലൈഹിമുസ്സലാം. ബയ്യൻ എന്ന് വെച്ചാൽ വിശദീകരിക്കാനാണ്. എന്താണ് വിശദീകരിക്കേണ്ടത്? നബിമാരിൽ നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംഗ്രഹം വിശദീകരിക്കാൻ. അടുത്തത് കുത്തുബുൽ അവദാദ് എന്ന് വെച്ചാൽ വിപരീത പദം എഴുതാൻ. സിദ്ഖ് എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതുക. അൽ കത്മാൻ എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതുക. അൽ അമാനത്ത് എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതുക. അടുത്തത് അൽ ബലാദത്ത് എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതുക. ഓപ്പോസിറ്റ് വേർഡിനാണ് അവദാദ് ലിദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം. മാ ഹിയ സിഫാത്തുൽ വാജിബത്തു ഫി ഹഖ്ഖിൽ അംബിയാഇ അലൈഹിമുസ്സലാം. അംബിയ മുർസലുകളുടെ ഹഖിൽ വാജിബായ സിഫത്തുകൾ ഏതൊക്കെയാണ്? യജിബു ഫി ഹഖ്ഖിൽ അംബിയാഇ വറുസുലി അർബഉ സിഫാത്തിൻ. 4 സിഫത്തുകളാണ് വാജിബായിട്ടുള്ളത്. ഹിയ സിദ്ഖ്, സത്യം പറയൽ, വൽ അമാനത്ത്, വിശ്വസ്തത, വത്തബ്ലീഗ്, എത്തിച്ചു കൊടുക്കൽ, വൽ ഫത്വാനത്ത്, ബുദ്ധി കൂർമ്മത. അടുത്തത് മാ മഅന അൽ അമാനത്ത് ഫി ഹഖ്ഖിഹിം. അമാനത്ത് എന്ന പദത്തിനർത്ഥം അംബിയ മുർസലുകളുടെ ഹഖിൽ വാജിബായ അൽ അമാനത്ത് എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വ മഅന അൽ അമാനത്തി കൗനു വവാഹിരിഹിം വ ബവാതിനിഹിം മഹ്ഫൂളതൻ മിനൽ വുഖൂഇ ഫീമാ ലാ യർളല്ലാഹു അല്ലദി ഇസ്തഫാഹും അലാ സാഇരിൽ ഖൽഖ്. അള്ളാഹു തൃപ്തിപ്പെടാത്ത കാര്യത്തിൽ വീണു പോകുന്നതിൽ നിന്ന് അവരുടെ ബാഹ്യവും ആന്തരികവുമായ കാര്യങ്ങളെ തൊട്ട് അവർ സംരക്ഷിക്കപ്പെട്ടവരായിരിക്കും. ഇതാണ് അമാനത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. അവർ വിശ്വസ്തരായിരിക്കും എപ്പോഴും. അടുത്തത് മാദാ യജൂസു ഫി ഹഖ്ഖിൽ അംബിയാഇ അലൈഹിമുസ്സലാം. അംബിയ മുർസലീങ്ങളുടെ ഹഖിൽ ജായിസായ സിഫത്ത്. വയജൂസു ഫി ഹഖ്ഖിൽ അംബിയാഇ അലൈഹിമുസ്സലാമു വഖൂഉൽ അഅ്റാദിൽ ബശരിയ്യത്തില്ലത്തി ലാ തുഅദ്ദി ഇലാ നഖ്സിൻ ഫി മറാത്തിബിഹിമിൽ അലിയ. അതായത് പ്രവാചക സ്ഥാനമാനത്തിന് കോട്ടം വരുത്താത്തതും മനുഷ്യ സഹജവുമായ കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകൽ. കൽ അക്ലി വശുർബി വൽ ജൂഇ വൽ അത്ശി വത്തഅബി വൽ മറളി വത്തിജാറത്തി വൽ ഇഹ്തിറാഫി ബിഹിർഫത്തിൻ ലൈസത്ത് ദനീഅത്തൻ. അതായത് കഴിക്കൽ പോലെ, കുടിക്കൽ പോലെ, വിശപ്പ്, ദാഹം, ക്ഷീണം, രോഗം, കച്ചവടം, താഴ്ന്ന നിലവാരത്തിലല്ലാത്ത തൊഴിൽ ചെയ്യൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ജായിസായതിൽ പെട്ടതാണ്. പ്രവാചക സ്ഥാനമാനത്തിന് കോട്ടം വരുത്താത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. അടുത്തത് ബിമംതാസ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സാഇരിൽ അംബിയാ. മറ്റു നബിമാരെ തൊട്ട് നമ്മുടെ നബിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വ്യത്യാസം എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. വംതാസ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സാഇരിൽ അംബിയാഇ ബിസലാസി സിഫാത്തിൻ. അൽ ഊല അന്നഹു അഫ്ളലുൽ അംബിയാ വസാനിയത്തു അന്നഹു അർസലഹുല്ലാഹു ഇലാ കാഫത്തിൽ ജിന്നി വന്നാസ് വസാലിസത്തു അന്നഹു ഖാതിമുൽ അംബിയാഇ ഫലാ യഅതി ബഅദഹു നബിയ്യുൻ.
എന്തൊക്കെ കാര്യങ്ങളാണ്? 3 വിശേഷണങ്ങൾ തൊട്ട് മറ്റ് നബിമാരിൽ നിന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്തനാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ്, അതായത് അഫ്ളലാണ്. അഫ്ളൽ മീൻസ് ഏറ്റവും ശ്രേഷ്ഠമായതാണ് നമ്മുടെ നബി. അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത്, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ മനുഷ്യ ഭൂതഗണങ്ങളിലേക്കുമാണ് അയച്ചത്, അല്ലേ? എല്ലാ മനുഷ്യ ഭൂതവർഗങ്ങളിലേക്കുമാണ് നിയോഗിച്ചത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഖാത്തിമുൻ നബിയാണ്, ഖാത്തിമുൽ അംബിയ, അവസാനത്തെ പ്രവാചകൻ, അന്ത്യപ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ ഉണ്ടാവുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നബിയെ മറ്റു നബിമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അടുത്ത ചോദ്യം, ബയ്യൻ ഹുലാസത മാ നഅ്തഖിദു ഫി ഹഖ്ഖൽ അംബിയാഇ അലൈഹിമുസ്സലാം. വിശദീകരിക്കാനാണ്. നബിമാരിൽ നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. വഖുലാസത്തു മാ നഅ്തഖിദു ഫി ഹഖ്ഖിഹിം അന്നഹും മഅ്സൂമൂന ബികുല്ലി സിഫത്തിൻ തസീനു വമഅ്സൂമൂന ഫിൽ ലാഹിരി വൽ ബാത്തിനി വൽ ഫിഅലി വൽ ഖൗലി അൻ കുല്ലി അംരിൻ യശീനു വയജൂസു അൻ തത്റഅ അലൈഹിമുൽ അഅറാദുൽ ബശരിയ്യത്തുല്ലത്തി ലാ തുഅദ്ദി ഇലാ നഖ്സിൻ ഫി മറാത്തിബിഹിമിൽ അലിയ്യ وأن الله اصطفاهم على العالمين وأنهم لم يختلفوا في العقائد التي هي أصول الدين التي لا تقبل تعدد والتحول أصلا وإنما اختلفوا في بعض الأحكام الفرعية. അതായത് നിശ്ചയമായും അവർ അലങ്കാരം നൽകുന്ന എല്ലാ സിഫത്തുകളെ കൊണ്ടും സുരക്ഷിതരാണ്. മോശമാക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും ബാഹ്യവും ആന്തരികവും വാക്കും പ്രവൃത്തിയുമെല്ലാം സുരക്ഷിതമാക്കപ്പെട്ടവരാണ്. അവരുടെ ഉന്നതമായ സ്ഥാനമാനത്തിന് കോട്ടം വരുത്താത്ത മനുഷ്യ സഹജമായ എല്ലാ കാര്യങ്ങളും ഉണ്ടാകൽ അവർക്ക് ജായിസാണ്. ലോകരുടെ മേൽ അള്ളാഹു അവരെ തിരഞ്ഞെടുത്തു. തീരെ മാറ്റത്തിനെയും എണ്ണമാകലിനെയും സ്വീകരിക്കാത്ത ദീനിൻ്റെ അടിസ്ഥാനമായ വിശ്വാസങ്ങളിൽ അവർ വിയോജിക്കുന്നില്ല. പക്ഷേ ഫർഇയായ ചില നിയമങ്ങളിൽ അവർക്ക് ചില വിയോജിപ്പുകൾ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നബിമാരെ തൊട്ട് വിശ്വസിക്കേണ്ടത്. അടുത്തത് ഉക്തുബ് അൽ അൽദാദ്, ഓപ്പോസിറ്റ് വേർഡ് എഴുതാനാണ്. സിദഖ്, സിദഖിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് അൽ കദിബ്, അൽ കത്മാൻ അത്തബ്ലീഗ്, അൽ അമാനത്ത് അൽ ഖിയാനത്ത്, അൽ ഫത്വാനത്ത് അൽ ബലാദത്ത്. അപ്പോൾ ചോദ്യോത്തരങ്ങളും പാഠഭാഗവും ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചോദ്യോത്തരങ്ങളുടെ അർത്ഥമൊക്കെ മനസ്സിലായല്ലോ നല്ലതുപോലെ. എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. കഴിയുന്നതുപോലെ അതിനൊക്കെ ഉത്തരം നൽകുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.